ശാന്തി 31/8/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഓർമ്മയോടൊപ്പം പഠനത്തിലും പൂർണ്ണ ശ്രദ്ധ നൽകണം. ഓർമ്മയിലൂടെ പാവനമാകും, പഠനത്തിലൂടെ വിശ്വത്തിൻ്റെ അധികാരിയാകും. ചോദ്യം: സ്കോളർഷിപ്പ് നേടുന്നതിനു വേണ്ടി ഏതൊരു പുരുഷാർത്ഥം ആവശ്യമാണ്? ഉത്തരം: സ്കോളർഷിപ്പ് നേടണമെങ്കിൽ എല്ലാ വസ്തുക്കളോടുമുള്ള മമത്വം മാറ്റൂ. ധനം, കുട്ടികൾ, വീട് തുടങ്ങി യാതൊന്നും ഓർമ്മ വരരുത്. ശിവ് ബാബയുടെ തന്നെ ഓർമ്മയുണ്ടാകണം. പൂർണ്ണമായും സ്വാഹ ആകണം. അപ്പോൾ ഉയർന്ന പദവിയുടെ പ്രാപ്തിയുണ്ടാകും. ബുദ്ധിയിൽ ഈ ലഹരി ഉണ്ടായിരിക്കണം. നമ്മൾ എത്ര വലിയ പരീക്ഷ പാസ്സാകുന്നു, നമ്മുടേത് എത്ര വലിയ പഠനമാണ്. പഠിപ്പിക്കുന്നവൻ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനായ ബാബയാണ്. ആ മോസ്റ്റ് ബിലവഡായ ബാബ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഓം ശാന്തി. ആത്മീയ പിതാവ് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, പഠിപ്പിക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് എത്ര അഭിമാനം ഉണ്ടായിരിക്കേണ്ടതാണ്. പഠിക്കുന്നത് ആത്മാവാണല്ലോ. ആത്മാവ് സംസ്കാരം എടുത്തുകൊണ്ട് പോകുന്നു. ശരീരം ചാരമാകുന്നു. ബാബയിരുന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നു. ആത്മാക്കൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നു, യോഗം പഠിക്കുന്നു. ബാബ പറഞ്ഞിട്ടുണ്ട്, യോഗത്തിലിരിക്കൂ, അപ്പോൾ നിങ്ങളുടെ പാപം ഇല്ലാതാകും. പതീത പാവനൻ ഒരേ ഒരു ബാബയാണ്. ബ്രഹ്മ, വിഷ്ണു, ശങ്കറിനെ പതീത പാവനൻ എന്ന് പറയില്ല. ലക്ഷ്മി നാരായണനെ പറയുമോ? ഇല്ല. പതീത പാവനൻ ഒന്ന് തന്നെയാണ്. മുഴുവൻ ലോകത്തെയും പാവനമാക്കുന്നവൻ ഒന്ന് തന്നെയാണ്. അത് നിങ്ങളുടെ പിതാവാണ്. കുട്ടികൾ അറിയുന്നുണ്ട്, മോസ്റ്റ് ബിലവഡ് പരിധിയില്ലാത്ത ബാബയാണ്. ആ ഒന്നിനെ ഭക്തിമാർഗത്തിൽ ഓർമ്മിച്ചു വന്നു. ബാബ വരൂ, വന്ന് നമ്മുടെ ദുഃഖം ഹരിക്കൂ, സുഖം നൽകൂ. സൃഷ്ടി അതുതന്നെയാണ്. ഈ ചക്രത്തിൽ എല്ലാവർക്കും വരിക തന്നെ വേണം. 84ന്റെ ചക്രവും ബാബ മനസ്സിലാക്കിച്ചു തന്നു. ആത്മാവ് തന്നെയാണ് സംസ്കാരം എടുത്തുകൊണ്ട് പോകുന്നത്. ആത്മാവ് അറിയുന്നുണ്ട്, ഈ മൃത്യുലോകത്തിൽ നിന്നും അമരലോകത്തിൽ അഥവാ നരകത്തിൽ നിന്നും സ്വർഗത്തിൽ പോകുന്നതിനു വേണ്ടി നമ്മൾ പഠിക്കുന്നു. ബാബ കുട്ടികളായ നിങ്ങളെ വീണ്ടും വിശ്വത്തിൻ്റെ അധികാരിയാക്കുവാൻ വരുന്നു. നിങ്ങൾ എത്ര വലിയ പരീക്ഷ പാസ്സാവുകയാണ്. ഉയർന്നതിലും ഉയർന്ന ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് സമയത്താണോ ബാബയിരുന്ന് പഠിപ്പിക്കുന്നത്, അപ്പോൾ ലഹരി കയറുന്നു. ബാബ വളരെ ശക്തമായി ലഹരി കയറ്റുന്നു. ബാബ വരുന്നത് തന്നെ അമരലോകത്തിലേക്ക് വേണ്ടി യോഗ്യരാക്കുവാനാണ്. ഇവിടെ ആരും യോഗ്യരല്ല. നിങ്ങളും അറിയുന്നുണ്ട്, നമ്മൾ യോഗ്യരായ ദേവതമാരുടെ മുന്നിൽ ശിരസ് നമിച്ചു വന്നു. ഇപ്പോൾ വീണ്ടും ബാബ നമ്മളെ മുഴുവൻ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. അപ്പോൾ ആ ലഹരി കയറിയിരിക്കേണ്ടതാണല്ലോ. ഇവിടെ ലഹരി കയറുകയും പിന്നെ പുറത്തു പോകുമ്പോൾ ലഹരിയെ കുറഞ്ഞു പോവുകയും ചെയ്യുക എന്നത് പാടില്ല. കുട്ടികൾ പറയുന്നു, ബാബ നമ്മൾ അങ്ങയെ മറന്നു പോകുന്നു. അങ്ങ് പതീത ലോകത്തിൽ പതീത ശരീരത്തിൽ വന്ന് നമ്മളെ പഠിപ്പിക്കുന്നു, വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. കുട്ടികളായി നിങ്ങൾ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദത്തിൻ്റെ വളരെ വലിയ ലോട്ടറി നേടുകയാണ്. എന്നാൽ നിങ്ങൾ ഗുപ്തമാണ്. ഇങ്ങനെയുള്ള ഉയർന്ന പഠനത്തിന്മേൽ എത്ര നല്ല രീതിയിൽ ശ്രദ്ധ നൽകേണ്ടതാണ്. കേവലം ഓർമ്മയുടെ യാത്ര കൊണ്ട് കാര്യം നടക്കുകയില്ല. പഠനവും തീർച്ചയായും വേണം. 84ന്റെ ചക്രം എങ്ങനെ തിരിയുന്നു, ഇതും ബുദ്ധിയിൽ തിരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ വളരെ ശക്തമായി ലഹരി കയറ്റുന്നു. നിങ്ങളെപ്പോലെ മറ്റാർക്കും നിങ്ങളുടെ അത്ര ഉയർന്ന വ്യക്തിയാകാൻ സാധിക്കില്ല. നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുന്നു. വിശ്വത്തിൻ്റെ അധികാരി നിങ്ങളല്ലാതെ മറ്റാരെങ്കിലുമായോ? ക്രിസ്ത്യൻസ് വേൾഡിൻ്റെ അധികാരിയാകാൻ ശ്രമിച്ചു, പക്ഷേ
നിങ്ങളല്ലാതെ ആരെങ്കിലും വിശ്വത്തിൻ്റെ അധികാരിയാവുക എന്നത് ലോ പറയുന്നില്ല, നിയമം അനുവദിക്കുന്നില്ല എന്നർത്ഥം. അങ്ങനെ ആക്കുന്നവനായി ബാബ തന്നെ വേണം, മറ്റാർക്കും ശക്തിയില്ല. കുട്ടികളായി നിങ്ങൾക്ക് വളരെ നല്ല ബുദ്ധി ഉണ്ടായിരിക്കണം. ജ്ഞാനാമൃതത്തിൻ്റെ ഡോസ് കയറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ബാബയെ വളരെയധികം ഓർമ്മിക്കുന്നു എന്നതിൽ മാത്രം നിലനിന്നാൽ പോരാ. ഓർമ്മയിലൂടെ തന്നെയാണ് പാവനമാകുന്നത്. എന്നാൽ പദവിയും നേടേണ്ടതുണ്ട്. ശിക്ഷ അനുഭവിച്ചും എല്ലാവർക്കും പാവനമാവുക തന്നെ വേണം. എന്നാൽ ബാബ വന്നിരിക്കുന്നത് വിശ്വത്തിൻ്റെ അധികാരിയാക്കുവാനാണ്. എല്ലാവരും ശാന്തിധാമത്തിലേക്ക് പോകും. പോയ ശേഷം എല്ലാവർക്കും കേവലം ഇരിക്കേണ്ടതുണ്ടോ? അത് ഉപയോഗപ്രദമായില്ല. ഉപയോഗപ്രദമാകുന്നത് പിന്നെ വന്ന് സ്വർഗത്തിൽ രാജ്യം ഭരിക്കുമ്പോഴാണ്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം നേടാനാണ്. നിങ്ങൾക്ക് ചക്രവർത്തി പദം ഉണ്ടായിരുന്നു, പിന്നെ മായ തട്ടിയെടുത്തു. ഇപ്പോൾ വീണ്ടും മായ രാവണന്റെ മേൽ ജയം നേടേണ്ടതുണ്ട്. വിശ്വത്തിൻ്റെ അധികാരി നിങ്ങൾക്ക് തന്നെയാണ് ആകേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് രാവണന്റെ മേൽ ജയം നേടിത്തരുന്നു. കാരണം നിങ്ങൾ രാവണ രാജ്യത്തിൽ വികാരി ആയിരിക്കുന്നു. അതിനാൽ മനുഷ്യനെ കുരങ്ങനോട് ഉപമിക്കുന്നു. കുരങ്ങൻ കൂടുതൽ വികാരിയാണ്. ദേവതമാരാണെങ്കിൽ സമ്പൂർണ്ണ നിർവികാരിയാണ്. ഈ ദേവതമാർ തന്നെയാണ് 84 ജന്മങ്ങൾക്ക് ശേഷം പതീതമായിരിക്കുന്നത്. ബാബ പറയുന്നു, നിങ്ങളുടെ കൈവശമുള്ള ധനം, കുട്ടികൾ, ശരീരം തുടങ്ങിയ എന്തെല്ലാം ഉണ്ടോ എല്ലാത്തിൽ നിന്നും മമത്വം മാറ്റണം. ധനികരാണെങ്കിൽ ധനത്തിന് പിന്നാലെ മരിക്കുന്നു. മുഷ്ടിയിൽ പൈസയുണ്ട്, അത് വിടുന്നില്ല. രാവണന്റെ ജയിലിൽ തന്നെ കിടക്കും. എല്ലാ വസ്തുക്കളിൽ നിന്നും മമത്വം മാറ്റി വാനരനിൽ നിന്നും ദേവതയാകുന്ന കോടിയിൽ ചിലരേ വരികയുള്ളൂ. ഏതെല്ലാം ധനികരായ വലിയ വലിയ ലക്ഷപതികളുണ്ടോ അവർ മുഷ്ടിയിൽ പൈസ പിടിച്ചു വച്ചിരിക്കുന്നു. അവരുടെ പ്രാണൻ അതിനു പിന്നാലെയാണ്. മുഴുവൻ ദിവസവും കൊട്ടാരം, കെട്ടിടങ്ങൾ, കുട്ടികൾ തുടങ്ങിയവ തന്നെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. അവരുടെ ഓർമ്മയിൽ തന്നെ മരിച്ചുപോകും. ബാബ പറയുന്നു, അവസാനം മറ്റൊരു വസ്തുവും ഓർമ്മ വരരുത്. കേവലം എന്നെ മാത്രം ഓർമ്മിക്കൂ. അപ്പോൾ ജന്മജന്മാന്തരങ്ങളിലെ പാപം നശിക്കും. ധനികരുടെ പൈസയെല്ലാം മണ്ണിൽ ചേരേണ്ടതുണ്ട്. കാരണം പാപത്തിൻ്റെ പൈസയാണല്ലോ, ഉപയോഗത്തിൽ വരുന്നില്ല. ബാബ പറയുന്നു, ഞാൻ ദരിദ്രരുടെ നാഥനാണ്. ദരിദ്രരെ ധനികരും ധനികരെ ദരിദ്രവുമാക്കും. ഈ ലോകം മാറേണ്ടതുണ്ടല്ലോ. ധനത്തിൻ്റെ എത്ര ലഹരിയാണുള്ളത്. എനിക്ക് ഇത്രയും ധനസമ്പത്തുണ്ട്, ഏറോപ്ലെയിനുണ്ട്, വാഹനമുണ്ട്, കൊട്ടാരമുണ്ട് എന്നെല്ലാം. പിന്നെ ബാബയെ ഓർമ്മിക്കാം എന്ന് എത്ര തലയിട്ടടിച്ചാലും ഓർമ്മ നിലനിൽക്കുകയില്ല. നിയമം അനുവദിക്കുന്നില്ല. കോടിയിൽ ചിലർ മാത്രമേ വരികയുള്ളൂ. പിന്നെ പൈസ തന്നെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ബാബ പറയുന്നു, ദേഹസഹിതം എന്തെല്ലാം കാണുന്നുവോ അവയെല്ലാം മറന്നേക്കൂ. ഇതിൽ തന്നെ പറ്റിച്ചേർന്നിരിക്കുകയാണെങ്കിൽ ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. ബാബ പുരുഷാർത്ഥം ചെയ്യിക്കുമല്ലോ. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നരനിൽ നിന്നും നാരായണനാകുവാനാണ്. അപ്പോൾ ഇതിൽ യോഗവും പൂർണ്ണമായും വേണം. ഒരു ശിവബാബയല്ലാതെ ഏതെങ്കിലും വസ്തുവോ ധനമോ കുട്ടികളോ മറ്റോ ഓർമ്മ വരരുത്. അപ്പോൾ നിങ്ങൾക്ക് ഉയർന്നതിലും ഉയർന്ന സ്കോളർഷിപ്പ് നേടാൻ സാധിക്കും, ഉയർന്ന പ്രൈസ് നേടാൻ സാധിക്കും. അവരാണെങ്കിൽ വിശ്വത്തിൽ ശാന്തിക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. അപ്പോൾ ചില്ലിക്കാശിൻ്റെ മെഡൽ ലഭിക്കുന്നു, അതിൽ തന്നെ സന്തോഷിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രൈസ് ലഭിക്കുന്നു? നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. നമ്മൾ 5-6 മണിക്കൂർ ഓർമ്മയിലിരിക്കുന്നുവെന്നും അപ്പോൾ ഈ ലക്ഷ്മി നാരായണനായി മാറും എന്നതൊന്നുമല്ല. അങ്ങനെയല്ല. വലിയ പ്രയത്നം ചെയ്യേണ്ടതുണ്ട്. ഒരു ശിവബാബയുടെ മാത്രം ഓർമ്മയുണ്ടായിരിക്കണം. മറ്റൊന്നും അവസാനം ഓർമ്മ വരരുത്. നിങ്ങൾ വളരെ വളരെ വലിയ ദേവതയായിക്കൊണ്ടിരിക്കുന്നു.
ബാബ മനസ്സിലാക്കിച്ചു തന്നു, നിങ്ങൾ തന്നെയാണ് പൂജ്യരായിരുന്നത്, പിന്നെ മായ പൂജാരിയും പതീതവുമാക്കി മാറ്റി. നിങ്ങളോട് ലോകർ പറയുന്നു, നിങ്ങൾ ബ്രഹ്മാവിനെ ദേവതയായാണോ അംഗീകരിക്കുന്നത്, അതോ ഭഗവാനായാണോ കണക്കാക്കുന്നത്? പറയൂ, നമ്മൾ ബ്രഹ്മാവ് ഭഗവാനാണ് എന്ന് പറയുന്നതേയില്ല. നിങ്ങൾ വന്ന് മനസ്സിലാക്കൂ. നിങ്ങളുടെ അടുക്കൽ നല്ല നല്ല ചിത്രങ്ങളുണ്ട്. ത്രിമൂർത്തിയുടെ, ഗോളത്തിൻ്റെ, വൃക്ഷത്തിൻ്റെയും ചിത്രം ഏറ്റവും നമ്പർ 1 ആണ്. തുടക്കത്തിൽ ഉണ്ടായിരുന്നത് ഈ 2 ചിത്രങ്ങളാണ്. ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപയോഗത്തിൽ വരാൻ പോകുന്നവയാണ്. ലക്ഷ്മി നാരായണന്റെ ചിത്രം നിങ്ങൾ വിദേശത്ത് കൊണ്ടുപോയാൽ അതിൽ നിന്നും ജ്ഞാനം എടുക്കാൻ സാധിക്കില്ല. ഏറ്റവും മുഖ്യമായ ചിത്രമാണ് ത്രിമൂർത്തി, ഗോളം, വൃക്ഷത്തിൻ്റേത്. ഇതിൽ ആരാരെല്ലാം എപ്പോൾ വരുന്നു? ആദി സനാതന ദേവീദേവതാ ധർമ്മം എപ്പോൾ ഇല്ലാതാകുന്നു? പിന്നെ ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപന ആര് ചെയ്യുന്നു എന്നത് ഇതിൽ കാണിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ധർമ്മങ്ങളും ഇല്ലാതായി പോകുന്നു. ഏറ്റവും മുകളിൽ ശിവ് ബാബയുണ്ട്. പിന്നെ ബ്രഹ്മ സോ വിഷ്ണു, വിഷ്ണു സോ ബ്രഹ്മ. ഈ വിശദീകരണം ഉണ്ടല്ലോ, അതിനു വേണ്ടി തന്നെയാണ് ചിത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ സൂക്ഷ്മവദനമാണെങ്കിൽ കേവലം സാക്ഷാത്കാരത്തിന് വേണ്ടി ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. ബാബ രചയിതാവാണ്. ആദ്യം സൂക്ഷ്മവദനത്തിൻ്റെയും പിന്നെ സ്ഥൂലവദനത്തിൻ്റെയും. ബ്രഹ്മാവ് ദേവതയല്ല, വിഷ്ണു ദേവതയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സാക്ഷാത്കാരം ഉണ്ടാകുന്നു. പ്രജാപിത ബ്രഹ്മാവ് ഇവിടെയാണല്ലോ ഉള്ളത്. ബ്രഹ്മാവിനോടൊപ്പം ബ്രാഹ്മണരിൽ നിന്നും ദേവത ആകുന്നവരുണ്ട്. ദേവതമാർ അലങ്കൃതമായിരിക്കുന്നു. ഇവരെ ഫരിഷ്ത എന്ന് പറയുന്നു. ഫരിഷ്ത ആയ ശേഷം പിന്നെ വന്ന് ദേവതാ പദം നേടും. ഗർഭകൊട്ടാരത്തിൽ ജന്മമെടുക്കും. ലോകം മാറിക്കൊണ്ടേയിരിക്കുന്നു. മുന്നോട്ടു പോകവേ നിങ്ങൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കും. നല്ല ശക്തരായി മാറും. ബാക്കി അല്പം സമയമേ ഉള്ളൂ. നിങ്ങൾ വന്നിരിക്കുന്നത് നരനിൽ നിന്നും നാരായണൻ ആകുന്നതിന് വേണ്ടിയാണ്. ഫെയിലാകുന്നുവെങ്കിൽ പ്രജയായി മാറും. സന്യാസിമാർക്കും മറ്റും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. രാജാവ് രാമൻ, പ്രജ രാമൻ എന്ന് പാടുന്നുണ്ട്. പിന്നെ അവിടെ അധർമ്മത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാകാൻ സാധിക്കും? ഇതെല്ലാം ഭക്തിമാർഗത്തിലെ കാര്യങ്ങളാണ്. അതിനാൽ മായ അസത്യം, ദേഹം അസത്യം എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. മായ എന്ന് 5 വികാരങ്ങളെയാണ് പറയുന്നത്, ധനത്തെ അല്ല. ധനത്തെ സമ്പത്ത് എന്ന് പറയുന്നു. മായ എന്ന് ഏതിനെയാണ് പറയുന്നത് എന്ന് പോലും മനുഷ്യർക്കറിയില്ല. ഇത് ബാബ മധുരമധുരമായ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ പറയുന്നു, ഞാൻ പരമാത്മാവ് നിങ്ങളെ എന്നേക്കാളും ഉയർന്ന വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര ഉയർന്ന പഠനമാണ്! മനുഷ്യനിൽ നിന്നും ദേവതയാക്കുവാൻ സമയം വേണ്ടി വന്നില്ല. ദേവതമാരുള്ളത് സത്യയുഗത്തിലാണ്, മനുഷ്യരുള്ളത് കലിയുഗത്തിലാണ്. നിങ്ങളിപ്പോൾ സംഗമത്തിൽ ഇരുന്ന് മനുഷ്യനിൽ നിന്നും ദേവതയായിക്കൊണ്ടിരിക്കുന്നു. എത്ര സഹജമായി പറഞ്ഞു തരുന്നു. പവിത്രം തീർച്ചയായും ആകേണ്ടതുണ്ട്. പ്രജകളെയും വളരെയധികം തയ്യാറാക്കേണ്ടതുണ്ട്. സത്യയുഗത്തിൽ എത്രയുണ്ടായിരുന്നോ അത്രയും പ്രജകളെ കൽപ്പകൽപ്പങ്ങളിൽ നിങ്ങൾ തയ്യാറാക്കുന്നു. സത്യയുഗം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല, വീണ്ടും ഉണ്ടാകും. ഈ ലക്ഷ്മി നാരായണൻ വിശ്വത്തിൻ്റെ അധികാരിയാകും. ചിത്രം ഉണ്ടല്ലോ, ബാബ പറയുന്നു, ഈ ജ്ഞാനം നിങ്ങൾക്ക് ഇപ്പോൾ നൽകുന്നു. പിന്നെ പ്രായേണ ലോപിച്ചു പോകുന്നു. പിന്നെ ദ്വാപരം മുതൽ ഭക്തി ആരംഭിക്കുന്നു. രാവണ രാജ്യം വരുന്നു. നിങ്ങൾക്ക് സൃഷ്ടിയുടെ ചക്രം എങ്ങനെ തിരിയുന്നു എന്ന് വിദേശത്തും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. ലക്ഷ്മി നാരായണന്റെ ചിത്രവുമായി മറ്റു ധർമ്മത്തിലുള്ളവർക്ക് കണക്ഷനില്ല. അതിനാൽ ബാബ പറയുന്നു, ഈ ത്രിമൂർത്തിയും വൃക്ഷവുമാണ് മുഖ്യമായ ചിത്രം. ഇത് വളരെ ഫസ്റ്റ് ക്ലാസ് ആണ്. വൃക്ഷത്തിലൂടെയും ഗോളത്തിലൂടെയും മനസ്സിലാക്കും.
ഇന്ന ഇന്ന ധർമ്മങ്ങൾ എപ്പോൾ വരും, ക്രൈസ്റ്റ് എപ്പോൾ വരും എന്നെല്ലാം. ഒരു പകുതിയിലാണ് ആ എല്ലാ ധർമ്മങ്ങളും, ബാക്കി പകുതിയിൽ നിങ്ങൾ സൂര്യവംശിയും ചന്ദ്രവംശിയും. 5000 വർഷത്തിൻ്റെ കളിയാണ്. ജ്ഞാനം, ഭക്തി, വൈരാഗ്യം. ജ്ഞാനമാണ് പകൽ, ഭക്തിയാണ് രാത്രി. പിന്നെ പരിധിയില്ലാത്ത വൈരാഗ്യം ഉണ്ടാകുന്നു. നിങ്ങൾക്കറിയാം, ഈ പഴയ ലോകം ഇല്ലാതാകേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെ മറക്കണം. പതിത പാവനൻ ആരാണ്? ഇതും തെളിയിക്കണം. പതിത പാവന സീതാറാം എന്ന് ദിനരാത്രം പാടിക്കൊണ്ടിരിക്കുന്നു. ഗാന്ധിയും ഗീത പഠിക്കുമായിരുന്നു. അദ്ദേഹവും ഹേ പതിത പാവന സീതമാരുടെ രാമ എന്ന് പാടുമായിരുന്നു. കാരണം നിങ്ങളെല്ലാ സീതമാരും ബ്രൈഡ്സ് ആണല്ലോ. ബാബയാണ് ബ്രൈഡ് ഗ്രൂം. പിന്നെ രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്നു. ഇപ്പോൾ അത് ത്രേതയിലെ രാജാവാണ്. മുഴുവൻ കാര്യം തന്നെ കുഴപ്പത്തിലാക്കി. എല്ലാവരും കൈയടിച്ച് പാടിക്കൊണ്ടിരിക്കുന്നു. ഒരു വർഷം ഖാദി വസ്ത്രം ധരിക്കണം എന്ന് നമ്മളും പാടുമായിരുന്നു. ബാബയിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇദ്ദേഹവും ഗാന്ധിയുടെ ഫോളോവർ ആയി മാറിയിരുന്നു. ഇദ്ദേഹം എല്ലാത്തിൻ്റെയും അനുഭവം നേടി. ഫസ്റ്റായത് തന്നെ ലാസ്റ്റായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഫസ്റ്റാകും. നിങ്ങളോട് പറയുന്നു, എല്ലായിടത്തും, അതായത് ചിത്രങ്ങളിൽ ബ്രഹ്മാവിനെ ഇരുത്തിയിരിക്കുകയാണ്. ഇതും മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. വൃക്ഷത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. എത്ര ക്ലിയറാണ്! ഈ ഒന്ന് പതീത ലോകത്തിൻ്റെ അന്തിമത്തിൽ നിൽക്കുകയാണ്. ശ്രീകൃഷ്ണനെയും മുകളിൽ കാണിച്ചിരിക്കുന്നു. 2 പൂച്ചകൾ അടികൂടുന്നു. വെണ്ണ ശ്രീകൃഷ്ണൻ ഭക്ഷിക്കുന്നു. മാതാക്കൾക്ക് സാക്ഷാത്കാരമുണ്ടാകുന്നു. അവർ വിചാരിക്കുന്നു കൃഷ്ണന്റെ വായിൽ വെണ്ണയാണ് അഥവാ ചന്ദ്രനുണ്ട് എന്ന്. വാസ്തവത്തിൽ വായിൽ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദമാണ്. 2 പൂച്ചകൾ പരസ്പരം അടികൂടുന്നു. വെണ്ണ ദേവതമാരായ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇതാണ് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദമാകുന്ന വെണ്ണ. ബോംബുകളും മറ്റും ഉണ്ടാക്കുന്നതിലും വളരെയധികം ഇംപ്രൂവ്മെന്റ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മനുഷ്യർ മരിച്ചു പോകും വിധത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നു. നിലവിളിച്ചുകൊണ്ടേയിരിക്കാത്തതിനു വേണ്ടി. ഹിരോഷിമയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ വരെയും രോഗബാധിതരായിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമധുരമായ കുട്ടികളെ, പകുതി കൽപ്പം വരെയും നിങ്ങൾ സുഖമുള്ളവരായി കഴിയുന്നു. ഒരു പ്രകാരത്തിലുമുള്ള യുദ്ധത്തിൻ്റെയോ മറ്റോ പേര് പോലും ഉണ്ടായിരിക്കുന്നില്ല. ഇതെല്ലാം പിന്നീടാണ് ആരംഭിച്ചത്. ഇവയെല്ലാം ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരിക്കുകയുമില്ല. ചക്രം റിപ്പീറ്റ് ആകുന്നുവല്ലോ. ബാബ എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കിക്കുന്നു. അത് കുട്ടികൾ പൂർണ്ണ രീതിയിൽ ധാരണ ചെയ്യണം. ഈശ്വരീയ സേവനത്തിൽ മുഴുകുകയും വേണം. ഇത് മോശമായ ലോകമാണ്. ഇതിനെ വിഷയവൈതരണി നദി എന്ന് പറയുന്നു. ബാബ നിങ്ങൾ കുട്ടികളെ എത്ര ഉയർന്നതായി മനസ്സിലാക്കുന്നു, അത്രയും നിങ്ങൾ സ്വയം ഉയർന്നവരായി മനസ്സിലാക്കുന്നില്ല. കുട്ടികളായ നിങ്ങൾക്ക് വളരെയധികം ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം നിങ്ങൾ വളരെ ഉയർന്ന കുലത്തിലേതാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ ബുദ്ധിയെ നല്ലതാക്കുന്നതിനു വേണ്ടി ദിവസവും ജ്ഞാനാമൃതത്തിൻ്റെ ഡോസ് കയറ്റണം. ഓർമ്മയോടൊപ്പം പഠനത്തിലും പരിപൂർണ ശ്രദ്ധ തീർച്ചയായും നൽകണം. കാരണം പഠനത്തിലൂടെ തന്നെയാണ് ഉയർന്ന പദവി ലഭിക്കുന്നത്. നമ്മൾ ഉയർന്നതിലും ഉയർന്ന കുലത്തിലേതാണ്. സ്വയം ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ലഹരിയിൽ ഇരിക്കണം. ജ്ഞാനം ധാരണ ചെയ്ത് ഈശ്വരീയ സേവനത്തിൽ മുഴുകണം. വരദാനം: സന്തുഷ്ടതയുടെ വിശേഷതയിലൂടെ ഓരോ കടുത്ത പരീക്ഷയിലും സഫലമാകുന്ന ദൃഢത സമ്പന്നരായി ഭവിക്കട്ടെ. സന്തുഷ്ടത ബ്രാഹ്മണരുടെ വിശേഷ ലക്ഷണമാണ്.
ഏതൊരു പാർട്ട് ലഭിച്ചോ അതിൽ സന്തുഷ്ടമായി ഇരിക്കുന്നത് തന്നെയാണ് മുന്നോട്ടു പോവുക എന്നത്. അല്പം പോലും ഏറ്റക്കുറച്ചിൽ ഉണ്ടാകരുത്. ആരെങ്കിലും ഇൻസൾട്ട് തന്നെ ചെയ്തു കൊള്ളട്ടെ. എന്നാൽ ദാതാവിൻ്റെ കുട്ടികൾ ഒരിക്കലും ഒരു കാര്യത്തിലും അസന്തുഷ്ടമാവുക സാധ്യമല്ല. അവർ സ്വയം തന്നോടും സന്തുഷ്ടം, മറ്റുള്ളവരോടും സന്തുഷ്ടമായിരിക്കും. ഇതിനുവേണ്ടി ദൃഢതാസമ്പന്ന സങ്കല്പമെടുക്കൂ. എത്ര തന്നെ കടുത്ത പരീക്ഷ വന്നാലും എനിക്ക് സന്തുഷ്ടമായിരിക്കുക തന്നെ വേണം. അപ്പോൾ സഫലത ഉണ്ടായിക്കൊണ്ടിരിക്കും. സ്ലോഗൻ: ആരുടെ ഹൃദയത്തിൽ സദാ സന്തോഷത്തിൻ്റെ സൂര്യൻ ഉദിച്ചിരിക്കുന്നുവോ അവരാണ് പ്രസന്നം. ഓം ശാന്തി. മനസ്സിൽ ഇങ്ങനെ സങ്കൽപ്പിക്കൂ: സൂക്ഷ്മ നക്ഷത്രം പോലെ തിളങ്ങുന്ന പ്രകാശ ബിന്ദു സ്വരൂപമായ ഞാൻ ആത്മാവ് പുരിക മധ്യത്തിൽ ഭൃഗുടിയിൽ വിരാജിക്കുന്നു. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും വർണ്ണാഭമായ പ്രകാശം വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ബുദ്ധിയിൽ തൻ്റെ ഈ അതിസൂക്ഷ്മ ആത്മസ്വരൂപത്തെ കാണൂ. അല്പസമയം ആ സ്വരൂപത്തിൽ തന്നെ മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കൂ. പിന്നെ മനസ്സിൽ ഈ സങ്കല്പം രചിക്കൂ: ആത്മാവായ ഞാൻ സൂക്ഷ്മ പ്രകാശ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സ്വരൂപത്തെ കാണുകയും മനസ്സിനെയും ബുദ്ധിയെയും ഈ സ്വരൂപത്തിൽ സ്ഥിരമാക്കുകയും ചെയ്യൂ. ചിന്തിക്കൂ: സൂക്ഷ്മ ശരീരധാരിയായ ഞാൻ ആത്മാവ് സൂക്ഷ്മ ശരീരസഹിതം സ്ഥൂലദേഹത്തു നിന്നും വേർപെട്ട് സൂക്ഷ്മലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയം ഇതിൽ ഏകാഗ്രമാക്കൂ. വീണ്ടും സങ്കല്പം രചിക്കൂ: ഞാൻ സമ്പൂർണ്ണ ഫരിഷ്തയാണ്. ഫരിഷ്തയായ ഞാൻ സൂക്ഷ്മലോകത്തിൽ ബാപ് ദാദയുടെ സമക്ഷം ഉപസ്ഥിതനാണ്. ഇപ്രകാരം സൂക്ഷ്മലോകത്തിൽ സൂക്ഷ്മ ശരീരധാരിയായി അവ്യക്ത ബാപ് ദാദയുടെ മുന്നിലിരിക്കുന്നതായി സ്പഷ്ടമായി കാണുകയും അനുഭവിക്കുകയും ചെയ്യൂ. ബാപ് ദാദയുടെ ഭൃഗുടിയിൽ നിന്നും അതീവ സുന്ദരവും തേജസ്വിയുമായ പ്രകാശകിരണങ്ങൾ എന്നിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്പസമയം ഈ സ്ഥിതിയിൽ ഏകാഗ്രമാകുന്നതിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കൂ. വീണ്ടും സങ്കൽപ്പിക്കൂ:
ആത്മാവായ ഞാൻ എൻ്റെ സൂക്ഷ്മ ശരീരത്തെ സൂക്ഷ്മ ലോകത്ത് സ്ഥിതി ചെയ്യിച്ചുകൊണ്ട് പരമധാമത്തിലേക്ക് ഒരു പ്രകാശ ബിന്ദുവായി സഞ്ചരിക്കുന്നു. ബുദ്ധി കൊണ്ട് ആ ദൃശ്യം കാണുന്നതിന് ശ്രമിക്കൂ. സർവത്ര സ്വർണ്ണ ചുവപ്പ് ദിവ്യപ്രകാശം നിറഞ്ഞ ഈ പരമധാമത്തിൽ ജ്ഞാനസൂര്യനായ ശിവബാബയുടെ സമീപം സ്ഥിതി ചെയ്യുന്നതായി വിഭാവന ചെയ്യൂ. ജ്ഞാനസൂര്യനായ ശിവബാബയുടെ അനന്ത ശക്തികളുടെയും ഗുണങ്ങളുടെയും തേജസ്വി കിരണങ്ങൾ എന്നിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥിതിയിൽ ശിവബാബയുടെ കിരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മനസ്സിനെയും ബുദ്ധിയെയും സ്ഥിരമാക്കൂ. വീണ്ടും മുന്നിൽ ഈ ദൃശ്യം കൊണ്ടുവരൂ. ജ്ഞാനസൂര്യനായ ശിവബാബയുടെ അരികിൽ നിന്നും ഞാൻ താഴേക്ക് വരികയാണ്. സൂക്ഷ്മലോകത്തിൽ വന്ന് എൻ്റെ സമ്പൂർണ്ണ അവ്യക്ത ഫരിഷ്ത രൂപത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. പിന്നെ സൂക്ഷ്മ ശരീരസഹിതം താഴേക്ക് സ്ഥൂല ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നു.